മാർക്കോ എന്ന ചിത്രത്തിലൂടെ തന്റെ ആദ്യ 100 കോടി നേടുകയും മലയാളത്തിലെ സൂപ്പർ സ്റ്റാറായി മാറുകയും ചെയ്ത ഉണ്ണിമുകുന്ദന്റെ വരാനിരിക്കുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തേത് ഉണ്ണിമുകുന്ദനെയും നിഖില വിമലിനെയും പ്രധാന കഥാപാത്രങ്ങളാക്കി വിനയ് ഗോവിന്ദ് സംവിധാനം ചെയ്യുന്ന ഗെറ്റ് സെറ്റ് ബേബി എന്ന ചിത്രമാണ്. ഗൈനക്കോളജിസ്റ്റായ ഒരു ഡോക്ടർ നേരിടുന്ന പ്രശ്നങ്ങളും അത് പരിഹരിക്കാൻ അയാൾ കണ്ടെത്തുന്ന വഴികളും രസകരമായ രീതിയിൽ പ്രതിപാദിക്കുന്ന ചിത്രമാണ് ഗെറ്റ് സെറ്റ് ബേബി. സാമൂഹ്യ പ്രശസ്തിയുള്ള ഈ ഫാമിലി എന്റർടൈനർ നിരവധി വൈകാര്യ മുഹൂർത്തങ്ങളെ നർമ്മത്തിൽ ചാലിച്ച് കുടുംബ പ്രേക്ഷകർക്കായി അണിയിച്ചൊരുക്കിയിരിക്കുന്നു. മാസ് ആക്ഷൻ ചിത്രങ്ങൾക്കൊപ്പം മറ്റു ചിത്രങ്ങളിലൂടെയും കുടുംബ പ്രേക്ഷകരുടെ മനസ്സിൽ പ്രത്യേക സ്ഥാനം നേടിയ ഉണ്ണിമുകുന്ദൻ തികച്ചും വ്യത്യസ്തമായ കഥാപാത്രമാണ് ഈ ചിത്രത്തിലൂടെ അവതരിപ്പിക്കുന്നത്. ചിത്രത്തിന്റെ രചന നിർവഹിക്കുന്നത് YV രാജേഷും അനു രവീന്ദ്രനും ചേർന്നാണ്. ആധുനിക ജീവിതത്തിലെ രസങ്ങളും സംഭവങ്ങളും വൈകാരിക മുഹൂർത്തങ്ങളും ഇടകലർത്തി പ്രേക്ഷകർക്ക് ആസ്വാദനത്തിന്റെ പുതിയൊരു അനുഭവം സമ്മാനിക്കുന്ന ടോട്ടൽ എന്റർടൈനർ ചിത്രമായിരിക്കും ഈ ചിത്രമെന്നാണ് അണിയറ പ്രവർത്തകർ പറയുന്നത്. റിലീസ് ഡേറ്റ് കൺഫേം ആവാത്ത ഈ ചിത്രം ഉണ്ണിമുകുന്ദന്റെ ഈ വർഷത്തെ ആദ്യ ചിത്രമാണ്. അടുത്ത ചിത്രം അത് ഗന്ധർവ ജൂനിയർ എന്ന ചിത്രമാണ്. ഉണ്ണിമുകുന്ദന്റെ കരിയറിലെ ഏറ്റവും ചിലവേറിയ ചിത്രം കൂടിയാണ് ഇത്. ഉണ്ണിമുകുന്ദനെ നായകനാക്കി സുബിൻ കെ വർക്കി, പ്രശാന്ത് കൃഷ്ണ എന്നിവർ നിർമ്മിച്ച് വിഷ്ണു അരവിന്ദ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഗന്ധർവ ജൂനിയർ. പാൻ ഇന്ത്യൻ ചിത്രമായിട്ടാണ് ഈ ബിഗ് ബഡ്ജറ്റ് ചിത്രം ഒരുങ്ങുന്നത്. ഇതൊരു ഫാന്റസി കോമഡി ചിത്രമായിരിക്കുമെന്നുള്ള റിപ്പോർട്ടുകളുമുണ്ട്. പതിവ് ഗന്ധർവ സങ്കല്പങ്ങളെ പൊളിച്ചെഴുതുന്ന ഈ ചിത്രം ഗെറ്റ് സെറ്റ് ബേബി എന്ന ചിത്രത്തിന് ശേഷം തിയേറ്ററുകളിലേക്ക് എത്തുന്നതാണ്. അടുത്ത ചിത്രം വർഷങ്ങൾക്ക് മുമ്പേ പ്രഖ്യാപിച്ച പപ്പ എന്ന ചിത്രമാണ്. മേപ്പടിയൻ എന്ന ചിത്രത്തിന് ശേഷം ഉണ്ണിമുകുന്ദനെ നായകനാക്കി വിഷ്ണു മോഹൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് പപ്പ. ഇതൊരു പൊളിറ്റിക്കൽ ത്രില്ലർ ചിത്രം കൂടിയാണ്. അടുത്ത ചിത്രം നവംബർ 9 എന്ന ചിത്രമാണ്. ടൈറ്റിൽ അനൗൺസ്മെന്റ് വീഡിയോ പുറത്തു വന്ന ഈ ചിത്രത്തിന്റെ മറ്റ് അപ്ഡേറ്റുകളൊന്നും തന്നെ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. ഉണ്ണിമുകുന്ദനെ നായകനാക്കി ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് പ്രദീപ് M നായർ ആണ്. അടുത്ത ചിത്രം ചെങ്ങാഴി നമ്പ്യാർ എന്ന ചിത്രമാണ്. ടൊവിനോ തോമസിനെ നായകനാക്കി സതിൻ സുബ്രഹ്മണ്യം സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ചെങ്ങാഴി നമ്പ്യാർ. പുതുമനി പണിക്കർ എന്ന ശക്തമായിട്ടുള്ള കഥാപാത്രത്തെയാണ് ടൊവിനോ തോമസ് ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. ഉണ്ണിമുകുന്ദനും മറ്റൊരു വലിയ കഥാപാത്രമായി ഈ ചിത്രത്തിൽ എത്തുന്നു. ഇത് ഒഫീഷ്യലാ കൺഫേം ചെയ്തിട്ടില്ല. ഈ ചിത്രം പാൻ ഇന്ത്യൻ ഭാഷയിലാണ് തിയേറ്ററുകളിലേക്ക് എത്തുക എന്ന റിപ്പോർട്ടുകളുമുണ്ട്. ഈ ചിത്രത്തിന്റെ ബഡ്ജറ്റ് 100 കോടിക്ക് മുകളിലാണ്. കുറെ നാളുകൾക്ക് മുമ്പ് പ്രഖ്യാപിച്ച ഈ സിനിമയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പിന്നീട് ഒരു അപ്ഡേറ്റ് ആയും വന്നിട്ടുമില്ല. അപ്പോൾ ടൊവിനോ തോമസിനൊപ്പം ഉണ്ണിമുകുന്ദൻ എത്തുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാകുമെന്ന നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് ബോക്സിൽ അറിയിക്കൂ. അടുത്ത ചിത്രം ബ്രൂസ്ലി എന്ന ചിത്രമാണ്. ഉണ്ണിമുകുന്ദന്റെ കരിയറിലെ വമ്പൻ ബഡ്ജറ്റിൽ ഒരുങ്ങാനിരുന്ന ചിത്രമായിരുന്നു ഇത്. ഈ ആക്ഷൻ ത്രില്ലർ ചിത്രം സംവിധാനം ചെയ്യാനിരുന്നത് വൈശാഖ് ആയിരുന്നു. ഒരുപക്ഷെ ഉണ്ണിമുകുന്ദന്റെ കരിയർ തന്നെ മാറ്റിമറിക്കാൻ ഈ ചിത്രത്തിന് കഴിഞ്ഞിരുന്നേനെ. എന്നാൽ ചില കാരണങ്ങൾ കൊണ്ട് ഈ ചിത്രം ഉപേക്ഷിക്കുകയായിരുന്നു. അടുത്ത ചിത്രം മലയാളത്തിലെ ഫാന്റസി സിനിമകളിൽ ജനപ്രീതി നേടിയെടുത്ത ചിത്രമായിരുന്നു അത്ഭുതദ്വീപ്. വ്യത്യസ്തവും അസാധാരണവുമായ കഥ പറച്ചിലിൽ 100ഓളം കൊച്ചു മനുഷ്യരെ വച്ച് വിനയൻ സംവിധാനം ചെയ്ത ചിത്രമാണ് അത്ഭുതദ്വീപ്. മലയാളത്തിലെ ഏറ്റവും മികച്ച ഫാന്റസി മൂവി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ ചിത്രത്തിൽ ഗിന്നസ് പക്രുവിനോടൊപ്പം പൃഥ്വിരാജും ഒരു പ്രധാന വേഷത്തിലെത്തിയിരുന്നു. ഈ ചിത്രമിറങ്ങി 18 വർഷങ്ങൾക്ക് ശേഷം ഈ ചിത്രത്തിന്റെ 2ാം ഭാഗം വരുമെന്ന് സംവിധായകൻ വിനയൻ അറിയിച്ചിരുന്നു. 2ാം ഭാഗത്തിൽ ഉണ്ണിമുകുന്ദനാണ് പ്രധാന വേഷത്തിലെത്തുക. ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഈ വർഷത്തോടെ ആരംഭിക്കുന്നതാണ്. അടുത്ത ചിത്രം വിക്രമാദിത്യൻ 2 എന്ന ചിത്രമാണ്. 2014 പുറത്തിറങ്ങിയ വിക്രമാദിത്യൻ എന്ന ചിത്രത്തിന്റെ 2ാം ഭാഗമാണ് ഈ ചിത്രം. ലാൽ ജോസ് ആയിരുന്നു ഈ ചിത്രം സംവിധാനം ചെയ്തിരുന്നത്. ഈ ഒരു ചിത്രം ഒഫീഷ്യലായി അനൗൺസ്മെന്റ് ചെയ്തിട്ടില്ല. ഈ സിനിമയുടെ സംവിധായകനായ ലാൽ ജോസ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യം മാത്രമാണ് വിക്രമാദിത്യന്റെ 2ാം ഭാഗം ഉണ്ടാകുമെന്ന്. എന്നാൽ പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട ഒഫീഷ്യൽ അപ്ഡേറ്റ് ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. ഷെരീഫ് മുഹമ്മദ് നിർമ്മിച്ച് അനീഫ് അദേനി സംവിധാനം ചെയ്ത ഉണ്ണിമുകുന്ദൻ ചിത്രമായിരുന്നു മാർക്കോ. 100 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ ചിത്രത്തിന്റെ 2ാം ഭാഗം ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ ഉണ്ണിമുകുന്ദൻ അറിയിച്ചിരുന്നു.
ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിൽ ഉണ്ണിമുകുന്ദനോടൊപ്പം വില്ലനായി വിക്രം എത്തുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. മാർക്കോ 2-വിൽ നിവിൻ പോളിയും എത്തുമെന്ന റിപ്പോർട്ടുകളുമുണ്ട്. മാർക്കോ 1-ൽ ഉള്ളതിനേക്കാൾ വൻ വയലൻസ് രംഗങ്ങളാണ് മാർക്കോ 2-വിൽ ഉണ്ടാകുക. കഴിഞ്ഞ ദിവസം ഒരു FM-ന് നൽകിയ അഭിമുഖത്തിൽ ഉണ്ണിമുകുന്ദൻ മാർക്കോയുടെ തുടർച്ചയെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: മാർക്കോ 2 ഉണ്ടാവും, മാർക്കോ 3യും. എന്റെ മനസ്സ് പറയുന്നു മാർക്കോ 4 വരെ നമ്മൾ പോകുമെന്നാണ്. അങ്ങനെയാണെങ്കിൽ കേരള ബോക്സ് ഓഫീസ് കുലുങ്ങുമെന്ന് ഉറപ്പാണ്. പുതിയ മണ്ണ് കൊണ്ട് മൂടും. കൊന്നുകളെ നായിക്ക് നയിക്കാൻ പറ്റും. മരണത്തെക്കാൾ വലിയ ശിക്ഷ എന്താണ് ഞാൻ അറിയിച്ചോളാം. ഉണ്ണിമുകുന്ദനെ മലയാളത്തിലെ സൂപ്പർ സ്റ്റാറാക്കി മാറ്റിയ ഈ ചിത്രത്തിന്റെ മറ്റു പാർട്ടുകൾക്ക് വേണ്ടി ആരൊക്കെ കാത്തിരിക്കുന്നുവെന്ന് താഴെ കമന്റ് ചെയ്യൂ. ഇതുപോലെയുള്ള മറ്റു നടന്മാരുടെ അപ്കമിംഗ് മൂവീസ് നിങ്ങൾക്കറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കമന്റ് ചെയ്യൂ.